ഇനി നമുക്ക് വാട്ട് ആർ ദ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ കാർബൺ സൈക്കിൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് ആണ് കാർബൺ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് യൂട്ടിലൈസ് കാർബൺ ഡയോക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. Through this process, the inorganic form of carbon is converted into organic matter in the presence of sunlight and chlorophyll. Actually, photosynthesis എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സ്. It takes place in presence of sunlight. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്യുമ്പോൾ ആ റിയാക്ഷനിൽ എന്ത് ട്രാപ്ഡ് ആവും? സൺലൈറ്റ് ട്രാപ്ഡ് ആവും. ഈ റിയാക്ഷൻ ഒരൊറ്റ സാധനത്തിന്റെ പ്രസൻസിലേ നടക്കുകയുള്ളൂ. എന്തുവാണത്? ക്ലോറോഫിൽ. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഈസ് എസെൻഷ്യലി the conversion of carbon dioxide and water to carbohydrates by trapping sunlight, making use of chlorophyll. Okay, അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ ഫിക്സ് ചെയ്ത കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സിൽ അസിമിലേറ്റഡ് ആകുന്നു. Carbon dioxide is thus fixed and assimilated by plants. It is partly used by them for their own life processes, and the rest is stored as their biomass, which is available to the heterotrophs as food. അപ്പം ഇങ്ങനെ നമ്മൾ അസിമിലേറ്റ് ചെയ്ത കാർബൺ ഡയോക്സൈഡ് നമ്മളല്ല, പ്ലാന്റ്സ് അസിമിലേറ്റ് ചെയ്ത കാർബൺ ഡയോക്സൈഡ് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. പ്ലാന്റിൻ്റെ എനർജി നീഡ്സിനും ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ബാക്കി ആനിമൽസ് കൺസ്യൂം ചെയ്യുമ്പം അതിൻ്റെ ഫുഡായിട്ട് മാറുന്നത്. ഇനി രണ്ടാമത്തെ പ്രോസസ് റെസ്പിറേഷൻ. ആക്ച്വലി റെസ്പിറേഷൻ ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. റെസ്പിറേഷൻ ഈസ് എ മെറ്റബോളിക് പ്രോസസ് reverse of photosynthesis in which food is oxidized to liberate energy to perform the various life processes and carbon dioxide and water. അപ്പം നമുക്ക് റെസ്പിറേഷനിൽ ഫോട്ടോസിന്തസിസിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജിയുടെ റിലീസോടുകൂടി വരുന്നു. അപ്പോൾ ഇത് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പം റെസ്പിറേഷൻ ഈസ് എസെൻഷ്യലി ദ ഓക്സിഡേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ടു കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ വിത്ത് ദ ലിബറേഷൻ ഓഫ് എനർജി. ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ആവുന്നു. ആ റിലീസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അറ്റ്മോസ്ഫിയറിലേക്ക് കാർബൺ ഡയോക്സൈഡ് തിരിച്ച് എത്തുന്നു. ഇനി മൂന്നാമത്തെ പ്രോസസ്സാണ് ഡീകമ്പോസിഷൻ. എന്താണ് ഈ ഡീകമ്പോസിഷൻ? ഈ ഓർഗാനിസംസ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഡീകമ്പോസിഷൻ. ഇത് മൈക്രോ ഓർഗാനിസംസ് ആണ് ചെയ്യുന്നത്. ആൻഡ് ദേ റിലീസ് ദ ലെഫ്റ്റ് ഓവർ കാർബൺ ബാക്ക് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഇപ്പം നമ്മുടെ ഒരു ലിവിങ് ഓർഗാനിസം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അബ്സോർബ് ചെയ്ത കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുകയും അത് അറ്റ്മോസ്ഫിയറിൽ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വൺസ് ദ ഓർഗാനിസം ഡൈസ്, ദിസ് പ്രോസസ് ഈസ് നോ ലോങ്ങർ ടേക്കിംഗ് പ്ലേസ്. ഈ ഓർഗാനിസത്തിൽ അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ വേറെ മൈക്രോ ഓർഗാനിസംസ്, ഈ നമ്മുടെ എർത്തിൽ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് കാർബോഹൈഡ്രേറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഓർഗാനിസം ഡൈ ചെയ്തതിന് ശേഷം, മരിച്ചതിന് ശേഷം ആ ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ഡീകമ്പോസ് ചെയ്തിട്ട് ഈ ഓർഗാനിസത്തിൽ ബാക്കിയുള്ള കാർബണെ കാർബൺ ഡയോക്സൈഡായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചുവിടുന്നു. ഇതാണ് മൂന്നാമത്തെ പ്രോസസ്സായ ഡീകമ്പോസിഷൻ. ഇനി നാലാമത്തെ പ്രോസസ്സാണ് കമ്പസ്റ്റൻ. വാട്ട് ഈസ് കമ്പസ്റ്റൻ? ഇറ്റ് ഈസ് ആക്ച്വലി ബേണിംഗ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പം നമ്മൾ പറഞ്ഞു ഈ മൈക്രോ ഓർഗാനിസംസ് ഈ ഡെഡ് ടിഷ്യൂസിനെ കാർബൺ ഡയോക്സൈഡാക്കി മാറ്റുന്നുണ്ട്. ഇത് മൈക്രോ ഓർഗാനിസത്തിന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആ കാർബൺ മാസ്, അതിനെ ഡെബ്രി എന്ന് പറയും. ഈ ഡെബ്രി ഭൂമിയിൽ തന്നെ കിടന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഹീറ്റ് ആൻഡ് പ്രഷർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫോസിൽ ഫ്യൂവലായിട്ട് മാറും. പിന്നെ ഈ ഫോസിൽ ഫ്യൂവൽസ്
പിന്നീട് നമ്മൾ മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് വഴി അത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഫ്യൂവൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്യൂവൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബേൺ ചെയ്യുമ്പോൾ അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. ഇപ്പം കംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും, പാർഷ്യൽ കമ്പസ്റ്റൻ ആണെങ്കിൽ കാർബൺ മോണോക്സൈഡായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും. Fossil fuels such as crude oil, coal, natural gas or heavy oils on burning releases carbon dioxide and carbon monoxide into the atmosphere. Forests make a large amount of fossil fuel. Fossil fuel is product of complete or partial decomposition of plants and animals as a result of exposure to heat and pressure in the earth's crust over millions of years. Forests also act like carbon reservoirs as carbon fixed by them cycles very slowly due to their long life. They release carbon dioxide by forest fires. ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ടെറസ്ട്രിയൽ ബയോസ്ഫിയർ എന്നാണ് ഫോറസ്റ്റിനെ പറയുന്നത്. അപ്പോൾ ഇഷ്ടമാതിരി പ്ലാന്റ്സ് ഉള്ള ഒരു ഏരിയ, അതിനെയാണല്ലോ നമ്മൾ സാധാരണ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫോറസ്റ്റിൽ പ്ലാന്റ്സ് റെസ്പിറേഷൻ വഴി കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ബാക്കി പ്ലാന്റ്സ് അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഭൂമിയിലേക്ക് വീഴുന്നു, ഡീകമ്പോസിഷൻ നടക്കുന്നു, പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് അതുവഴി കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വരുന്നു. ബാക്കിയുള്ള ഡെബ്രി ഹീറ്റ് ആൻഡ് പ്രഷർ ട്രീറ്റ്മെൻറ്റ് വഴി ഫോസിൽ ഫ്യൂവലായിട്ട് മാറുന്നു. ഈ ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഫോറസ്റ്റ് ആർ കാർബൺ റിസർവോയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടെറസ്ട്രിയൽ ബയോസ്ഫിയർ കാർബൺ റിസർവോയേഴ്സ് ആണ്. ഒരുപാട് നാൾ കാർബൺ കിടക്കുന്ന റിസർവോയേഴ്സ് ആണ്. ഇനി ഇതിൽ നിന്ന് കാർബൺ പുറത്തേക്ക് വരണമെങ്കിൽ ഫോറസ്റ്റ് ഫയർ ഉണ്ടാവണം. ഫോറസ്റ്റ് ഫയർ ഉണ്ടാകുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ബേൺ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 4 പ്രോസസ്സുകളാണ് യൂഷ്വലി കാർബൺ സൈക്കിളിലുള്ളത്. 1 ഫോട്ടോസിന്തസിസ്, 2 റെസ്പിറേഷൻ, 3 ഡീകമ്പോസിഷൻ, 4 കമ്പസ്റ്റൻ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് കാർബൺ സൈക്കിൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയി. കാർബൺ സൈക്കിൾ തന്നെ 2 തരമുണ്ട്. എർത്തിൽ 2 തരം കാർബൺ സൈക്കിൾസ് ഉണ്ട്. ഒന്ന് വിച്ച് ടേക്സ് പ്ലേസ് ഓൺ ലാൻഡ് ആൻഡ് ദ അതർ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ഓഷ്യൻസ്. അപ്പം ഇത് രണ്ടും വ്യത്യാസമുണ്ട്. എന്താണ് നമുക്ക് വ്യത്യാസം എന്ന് കാണാം. Carbon cycle on land. Carbon in the atmosphere is present in the form of carbon dioxide. Carbon enters the atmosphere through natural processes such as respiration and industrial applications such as burning fossil fuels. The process of photosynthesis involves absorption of carbon dioxide by plants to produce carbohydrates. Carbon compounds are passed along the food chain from producers to consumers. The majority of the carbon exit the body in the form of carbon dioxide through respiration. The role of decomposers is to eat the dead organism and return the carbon from their body back into the atmosphere. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് തന്നെയാണ്. അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡിനെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നത്? റെസ്പിറേഷൻ വഴിയും ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് വഴിയാണ്. ഇനി പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റുന്നു. ഈ കാർബോഹൈഡ്രേറ്റ്സ് പ്ലാന്റ്സിലും ആനിമൽസിലും എത്തിച്ചേരുന്നു. ഈ ഇങ്ങനെ എത്തിച്ചേരുന്ന കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ, ബോഡിയുടെ എനർജി നീഡ്സിന് വേണ്ടി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ആവുന്നു. ഇനി ഈ ഓർഗാനിക് ലിവിങ് ടിഷ്യൂ ആഫ്റ്റർ ദെയർ ഡെത്ത് എന്ത് സംഭവിക്കും? മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ഷൻ വഴി കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറിയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. ബാക്കി ഫോസൽ ഫ്യൂലായിട്ട് പോകുന്നു. ആൻഡ് ദിസ് ഇസ് അവർ ഓർഡിനറി കാർബൺ സൈക്കിൾ ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഓൺ ലാൻഡ്. അപ്പോൾ വാട്ട് അബൌട്ട് ഓഷ്യാനിക് കാർബൺ സൈക്കിൾസ്? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? Oceans take in more carbon than it can give out, and hence it is the carbon sink. നമ്മൾ പറഞ്ഞല്ലോ എലിമെന്റ്സിന്റെ സോഴ്സ് പറയണം, സിങ്ക് പറയണം, റിസർവയർ. സോഴ്സും റിസർവയറും നമ്മൾ പറഞ്ഞു. ഇനി സിങ്ക് ഏതാണ്? ഓഷ്യൻസ് ആണ്. ഓഷ്യൻസ് ടേക്ക് ഇൻ മോർ കാർബൺ ദാൻ ഇറ്റ് ഗീവ്സ് ഔട്ട്. അതെങ്ങനെയാണ്? Marine animals convert carbon to calcium carbonate, and this forms the raw building materials required to create hard shells similar to the ones found in clams and oysters. അപ്പോൾ marine animals
കാർബോഹൈഡ്രേറ്റ്സിനെ എനർജി നീഡ്സിന് വേണ്ടി മാത്രമല്ല, അത് അതിൻ്റെ ഷെൽസ് ഉണ്ടാക്കാനും യൂസ് ചെയ്യും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് ഇതിൻ്റെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാൽസ്യം കാർബണേറ്റ്. ഈ കാൽഷ്യം കാർബണേറ്റ് അതിൻ്റെ ഹാർഡ് ഷെൽസ് ആയിട്ട് മാറും. അപ്പോൾ when organisms with calcium carbonate shells die, their body decomposes, leaving behind their hard shells. These accumulate on the seafloor and are eventually broken down by the waves and compacted under enormous pressures, forming limestone. അപ്പോൾ ഈ ഷെല്ലുള്ള ആനിമൽസ് മരിക്കുമ്പോൾ ആ ഹാർഡ് ഷെൽസ് സെഡിമെൻറ്റ് ചെയ്യും, ഓഷ്യൻ ഫ്ലോറിലേക്ക് സെഡിമെൻറ്റ് ചെയ്യും. പിന്നീട് അത് പൊടിഞ്ഞ് പ്രഷർ കിട്ടുന്നുണ്ട്, കുറേ വർഷത്തെ പ്രഷർ കിട്ടിക്കഴിയുമ്പോൾ they form limestone. When these limestone rocks are exposed to air, they get weathered and the carbon is released back into the atmosphere as carbon dioxide. അപ്പോൾ ഈ ലൈംസ്റ്റോൺ പിന്നെ ഓഷ്യൻ ഫ്ലോറിൽ ഇരിക്കുന്നിടത്തോളം കാലം എന്ത് സംഭവിക്കും? നമുക്ക് കാർബൺ അവിടെ തന്നെ ഓഷ്യനിൽ തന്നെ ട്രാപ്ഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാർബൺ സിങ്ക് എന്ന് പറയുന്നത്. ഈ ലൈംസ്റ്റോൺ റോക്സ്, ഈ ലൈംസ്റ്റോൺ നമ്മൾ സീ ഫ്ലോറിൽ നിന്ന് എടുത്ത് അത് പുറത്ത് കൊണ്ടുവന്ന്, അതായത് സീയുടെ പുറത്തേക്ക് കൊണ്ടുവന്ന് എർത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അത് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേനും ഇത് വെതേർഡ് ആകും. എന്ന് വെച്ചാൽ തമ്മിൽ ഉരസുക, അങ്ങനെ പല പല പ്രോസസ്സ് വഴി അത് ബ്രേക്ക് ഡൗൺ ആവും. ഈ ബ്രേക്ക് ഡൗൺ ചെറിയ പീസായി കഴിയുമ്പോൾ അതിന് ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓക്സിഡേഷൻ നടന്ന് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറി അത് അങ്ങനെ കാർബൺ റിലീസ് ചെയ്യുള്ളൂ. ആസ് ലോങ് ആസ് ലൈംസ്റ്റോൺ റിമെയിൻസ് ഓൺ ദ ഓഷ്യൻ ഫ്ലോർ എന്ത് സംഭവിക്കും? കാർബൺ ഈസ് ട്രാപ്ഡ്. അതുകൊണ്ടാണ് നമ്മൾ ഓഷ്യൻസിനെ കാർബൺ സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓഷ്യൻ കാർബൺ സൈക്കിളിലെ വ്യത്യാസം, ഓഷ്യനിലെ ആനിമൽസ് ഷെൽസിന് വേണ്ടി ഇത് ഉപയോഗിക്കും, അപ്പോൾ അവിടെ കാർബൺ ട്രാപ്ഡായി. ഈ ഓർഗാനിസംസ് മരിച്ചു കഴിയുമ്പോഴും ഈ ഷെൽസ് ഓഷ്യൻ ഫ്ലോറിൽ ഡെപ്പോസിറ്റ് ആകും. അങ്ങനെ ഡെപ്പോസിറ്റ് ആകുന്ന സാധനം ഒരുപാട് നാളത്തെ pressure action വഴി ലൈംസ്റ്റോൺ ആയിട്ട് മാറും. ആസ് ലോങ് ആസ് ലൈംസ്റ്റോൺ റിമെയിൻസ് ഓൺ ദ ഓഷ്യൻ ഫ്ലോർ ഇറ്റ് ഈസ് ട്രാപ്ഡ് കാർബൺ. ഓക്കെ, ഇതാണ് ഓഷ്യൻ കാർബൺ സൈക്കിൾ.